ഗൈസ്, നമുക്ക് 8ാം ക്ലാസ്സിലെ മാത്സിൽ ഓൺ എക്സാമിന് 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഈ 4 ചാപ്റ്റേഴ്സിൽ എന്ത് വന്നാലും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ എത്ര പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മാർക്കൊക്കെ സെറ്റായി കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. സോ എന്ത് വന്നാലും ഒഴിവാക്കാൻ, ഇത് കൊടുങ്കാറ്റ് വന്നാലും മക്കളെ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ റിവൈസ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് പോകാം വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരാന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അതായത് നമ്മളോട് പറയും എന്ത് 15.6 സ്ക്വയർ ഈസ് ഈക്വൽ ടു 15 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 0.6 പ്ലസ് ഡാഷ്. അങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, നമ്മളുടെ സ്ക്വയേഴ്സ് കാണാൻ 2 രീതിയിലുള്ള സ്ക്വയേഴ്സ് കാണാൻ മക്കൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തത് എന്ന് പറയുന്നത് ഇപ്പോൾ 13ന്റെ സ്ക്വയർ കാണാണെന്ന് വെച്ചോ. അതായത് നമ്മൾ സാധാ നമ്പറിന്റെ 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ കാണാൻ എന്താ ചെയ്യുക? 10+3 എന്ന് ഇതിനെ എഴുതും അല്ലെ. 10+3 എന്ന് ഇതിനെ എഴുതും. അത് 23 ആണെങ്കിൽ 20+3, 72 ആണെങ്കിൽ 70+2 അങ്ങനെ എഴുതുന്നു അല്ലെ. എന്നിട്ട് അതിന്റെ സ്ക്വയർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 ആണ്. പ്ലസ് 2 ഇൻറ്റു 10 എത്രയാ? 20. 20 ഇൻറ്റു 3 എത്രയാണ്? 60 ആണ്. പ്ലസ് 3ന്റെ സ്ക്വയർ 9 ആണ്. 100 പ്ലസ് 60 പ്ലസ് 9 169. ഇങ്ങനെയാണ് സ്ക്വയർ കാണുക. ഇനി അടുത്തത് നോക്ക്, നമ്മളിപ്പോ ഇതിപ്പോ 7.5ന്റെ സ്ക്വയർ എങ്ങനെയാ വെച്ച് കാണാം? 7.5 അതായത് ദശാംശ സംഖ്യകളുടെ വർഗം കാണാൻ നമുക്ക് എന്താ ചെയ്യാ? 7+0.5 എന്ന് ഇതിനെ എഴുതുന്നു. എന്നിട്ട് അതിന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിമ്പിൾ ഇതുപോലെ തന്നെ 8.3 എന്ന് പറഞ്ഞാൽ 8+0.3, 17.2 എന്ന് പറഞ്ഞാൽ 17+0.2 അങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത്. എന്നിട്ട് അതിന്റെ സ്ക്വയർ കാണാണേ. എങ്ങനെയാ കാണാം? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. ഇതാണ് ആൾ. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 ആണ് എന്ന് എല്ലാവർക്കും അറിയാം. 2 ഇൻറ്റു 7 എത്രയാ? 14 ആണ്. 14 ഇൻറ്റു 0.5, 0.5 കൊണ്ടൊക്കെ ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാലും നിങ്ങൾക്ക് വെറുതെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 14 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിനെയും 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പകുതിയാണ് കിട്ടുക. ദാറ്റ് ഈസ് 7 പ്ലസ് 0.5ന്റെ സ്ക്വയർ. 0.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 0.5 ഇൻറ്റു 0.5 ആണ് അല്ലേ. അപ്പൊ പോയിന്റ് ഉള്ള നമ്പറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ മക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പോയിന്റ് ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 5 ഇൻറ്റു 5. 5 ഇൻറ്റു 5 എത്രയാ? 25 ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ 0.5 ഇൻറ്റു 0.5 25 തന്നെയായിരിക്കും. പക്ഷെ എന്താ വ്യത്യാസം? ഇവിടെ പോയിന്റ് ശേഷം 1, 2 നമ്പർ ഉണ്ട്. അപ്പൊ 2 നമ്പർ മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 0.25. പോയിന്റ് മുന്നേ ആരും ഇല്ലെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. 0.25 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആൻസർ എത്ര വരിക? 49, 7, 0.25. 0.25 പുറത്തേക്കാണ് എഴുതുക. 5, 2, 9, 7, 16 ആണ്. 1 ഉണ്ടാവും. 56.25 ആയിരിക്കും ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഈ 2 ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഈ ചെയ്യാനുള്ള 2 ഭാഗത്തുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എങ്ങനെയാ വരിക? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ് മക്കളോട് ചോദിക്കുക. അതായത് നമുക്ക് പകുതി തരും, പകുതിയിൽ അപ്പുറത്ത് അടുത്ത നമ്പർ എത്രയാന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരിക. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, 15.6ന്റെ സ്ക്വയർ എത്രയാ വരിക? 15.6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? 15ന്റെ സ്ക്വയർ പ്ലസ് നമ്മൾ എങ്ങനെയാ എഴുതുക? 15.6ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെയാ എഴുതുക? 15 പ്ലസ് 0.6 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 15ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 0.6, അതായത് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ
പ്ലസ് 0.6ന്റെ സ്ക്വയർ. അപ്പൊ 15ന്റെ സ്ക്വയർ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 × 15 × 0.6 അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് കൊടുക്കാത്തത്? ഈ 0.6ന്റെ സ്ക്വയർ ആണ് കൊടുക്കാത്തത്. അപ്പൊ ഈ 0.6ന്റെ സ്ക്വയർ ഇതിൽ ഏതാണ്? നമ്മൾ 0.6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 0.6a × 0.6 ആണ് അല്ലെ. മിസ് എന്താ പറഞ്ഞത്? പോയിന്റ് ഇല്ലാന്ന് വിചാരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 6 × 6. 6 × 6 എത്രയാ? 36 ആണ്. അങ്ങനെയെങ്കിൽ 0.6 × 0.6 36 ആ. എന്താ മാറ്റം? ഇവിടെ പോയിന്റ് ശേഷം 1 2 നമ്പർ ഉണ്ട്. അങ്ങനെയെങ്കിൽ 2 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുന്നു. ദാറ്റ് ഈസ് 0.36 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. റെഡി? 0.36 ഏതാണ്? 0.36 അതായത് നമ്മളുടെ ബി ആയിരിക്കും ആൻസർ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു നമ്പറിനെ ഇപ്പോൾ 24ന്റെ സ്ക്വയർ കാണണമെന്ന് വെച്ചോ. 24ന്റെ സ്ക്വയർ നിങ്ങൾക്ക് കാണണം. ഓക്കെ, ഈ ഒരു 24ന്റെ സ്ക്വയർ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാം? 24ന്റെ സ്ക്വയർ കാണാൻ നമ്മൾ എഴുതെങ്ങനെയാ? 20 + 4 ഹോൾ സ്ക്വയർ എന്നാണ് അല്ലേ ഇതിനെ എഴുതാം. അങ്ങനെയെങ്കിൽ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ടേബിൾ വരച്ചിട്ട് കാണാൻ പറ്റും. ഓക്കെ, ടേബിൾ വരച്ചിട്ട് ഇതിന്റെ സ്ക്വയർ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം ടേബിൾ വരച്ച് എങ്ങനെയാ സ്ക്വയർ വരയ്ക്കാന്ന്. ദാ ഇത്രയേ ഉള്ളൂ. ഞാൻ ടേബിൾ വരച്ചേ, ഇങ്ങനെ ടേബിൾ വരച്ചേ. എന്നിട്ട് നമുക്ക് 20 + 4 24 24. ഓക്കെ, ഇങ്ങനെ എഴുതി കേട്ടോ. ഇനി അടുത്തത് എന്താണ്? നമ്മൾ സിമ്പിൾ നോക്കേ 20. ഇവിടെ നടുവുള്ള നമ്പർ എന്താ വരിക അറിയോ? സൈഡിലുള്ള നമ്പറിന്റെ മുകളിലുള്ള നമ്പർ. 20 × 20 എത്രയാ? 400. സൈഡിലുള്ള നമ്പർ 20, മുകളിലുള്ള 4. 20 × 4 80. 4 20. 4 × 20 80. ഇനി അടുത്ത സൈഡിൽ 4, മുകളിൽ 4. 4 × 4 16. അങ്ങനെയെങ്കിൽ ഇവരും ആഡ് ചെയ്ത് നോക്ക്. 400ഉം 80ഉം ആഡ് ചെയ്താൽ 480 ആണ്. 8ഉം 16ഉം ആഡ് ചെയ്താൽ 96 ആണ്. ഇവന്മാർ രണ്ടാളെ ആഡ് ചെയ്ത് നോക്ക്. 0ഉം 6ഉം 6 ആണ്. 8ഉം 9ഉം 17ൽ 1 ഉണ്ടാവും. 576. ദാറ്റ് ഈസ് ഇതിന്റെ സ്ക്വയർ എന്താണ്? 576. അപ്പൊ മനസ്സിലാക്കുക, നമുക്ക് സ്ക്വയർ കാണാൻ 2 മാർഗമുണ്ട്. ഒന്നാമത്തെ മാർഗം ദാ ഇതുപോലെയുള്ള മാർഗമുണ്ട്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളുടെ റെക്റ്റാങ്കിൾ വരച്ചിട്ടും നിങ്ങൾക്ക് സ്ക്വയർ കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ സ്ക്വയർ കാണുന്ന സമയത്ത്, ഇതുപോലെ നിങ്ങൾ സ്ക്വയർ കാണുന്ന സമയത്ത് മക്കൾ മനസ്സിലാക്കുക എന്താണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്നറിയാം? 2 രീതിയിൽ മക്കൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണ്. അതായത് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ടാവേ. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇവിടെ ഇപ്പോൾ 23 ഇങ്ങനെ എഴുതി. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ABCD എന്ന് എഴുതി വെക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ABCD എന്നീ റൈറ്റ് ദ നമ്പേഴ്സ് ഡിനോട്ടിങ് ABCD. ABCD സൂചിപ്പിക്കുന്ന സംഖ്യകൾ എഴുതുക. ഇതായിരിക്കും ഒന്നാമത്തെ കേസിൽ. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പഠിപ്പിച്ചെന്നില്ലേ? അതായത് A എന്ന് പറയുന്നത് ഇവൻ ആരായിരിക്കും? സൈഡിലുള്ള നമ്പറിന്റെ മുകളിലുള്ള നമ്പർ. ദാറ്റ് ഈസ് 20 × 20 എത്രയാ വരിക? 2 × 2 400 ആ വരിക അല്ലെ. ഇത് സൈഡിൽ 20, മുകളിൽ 3. 20 × 3 60 ആണ്. സൈഡിൽ 3, മുകളിൽ 20. 20 × 3 60 ആണ്. സൈഡിൽ 3, മുകളിൽ 3. 3 × 3 9 ആണ്. ഇതാണ് വരിക അല്ലെ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരിക. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്. അപ്പൊ നമ്മൾ എയും ബിയും സിയും ഡിയും എഴുതിയേ. ഇനി അടുത്തത് ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഇസ് കാൽക്കുലേറ്റഡ്. ഏത് സംഖ്യയുടെ വർഗമാണ് കണ്ടുപിടിച്ചത്? ഇവിടെ ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് കണ്ടുപിടിച്ചത്? 24ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിരുന്നു 24 നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇത് എന്തിന്റെ വർഗ്ഗമായിരിക്കും? 20ഉം 3ഉം എന്തിന്റെ വർഗ്ഗം അവിടെ കണ്ടുപിടിച്ചത്? 20 + 3യുടെ വർഗ്ഗമാണ് അല്ലെ. അതായത് 23യുടെ സ്ക്വയർ വർഗ്ഗമാണ് ഇവിടെ കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ. ഈ നമ്പറിന്റെ സ്ക്വയർ, ഈ സംഖ്യയുടെ വർഗ്ഗം എത്ര എന്നാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും ഇതിന്റെ വർഗ്ഗം എന്ന് പറയുന്നത്? എങ്ങനെയാ കാണാ? വെരി ഈസി. അതായത് നമ്മൾ എന്ത് ചെയ്യും? 400ഉം 60ഉം ആഡ് ചെയ്താൽ 460. 60ഉം 9ഉം ആഡ് ചെയ്താൽ 69. എന്നിട്ട് ഇവന്മാർ ആഡ് ചെയ്യുന്നേ 0ഉം 9ഉം 9 ആണ്. 6ഉം 6ഉം 12ൽ 1 ഉണ്ടാവും. 529. എത്ര ആൻസർ വരിക? 529. സിമ്പിൾ അല്ലേ കാര്യം? ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ തന്നെ വേറൊരു ടൈപ്പും കൂടി ഇവർ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ തന്നെ സ്ക്വയർ തരും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്വയർ തരും. എന്നിട്ട് നിങ്ങൾ പറയും ഈ സ്ക്വയറിന് അങ്ങനെ വരച്ചേ. എന്നിട്ട് ഇവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉള്ള 2 നമ്പർ ഇപ്പോൾ ഒരു 900ഉം ഒരു 49ഉം ഇത് തരും. എന്നിട്ട് നമ്മളോട് നോക്ക്
ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഇത് ക്വസ്റ്റ്യൻ മാർക്ക്, ഇത് ക്വസ്റ്റ്യൻ മാർക്ക്, ഇവിടെയുള്ള ക്വസ്റ്റ്യൻ മാർക്ക്, ഇവിടെയുള്ള ക്വസ്റ്റ്യൻ മാർക്ക്, ഇവിടെയുള്ള ക്വസ്റ്റ്യൻ മാർക്ക്, ഇവിടെയുള്ള ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അടുത്തൊക്കെ ആരാണ് വരിക എന്നുള്ളതായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ആരായിരിക്കും വരിക? ഇതാ ഇത്രയേ ഉള്ളൂ അല്ലേ പരിപാടി. അതായത് നിങ്ങൾ നോക്ക്, നിങ്ങൾ എല്ലാത്തിലും കണ്ടിട്ടുണ്ടാവും. അതാ നോക്ക്, ഇവിടെ വരുന്നത് ഒരു സ്ക്വയർ, 20ന്റെ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്, 3ന്റെ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്, 20 20 3 3 3ന്റെ സ്ക്വയർ ആണ് വരുന്നത്. ഇതിൽ നോക്ക്, 20ന്റെ സ്ക്വയർ 400 ആണ് വരുന്നത്, 4ന്റെ സ്ക്വയർ 16 ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, ഇങ്ങനെ ഈ രണ്ട് നമ്പറും എപ്പോഴും സ്ക്വയർ നമ്പർ ആയിരിക്കും. 49 എന്തിന്റെ സ്ക്വയർ ആണ്? 7ന്റെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ മുകളിലും 7 ആയിരിക്കും, സൈഡിലും 7 ആയിരിക്കും. ഇനി അടുത്തത് 900 എന്തിന്റെ സ്ക്വയർ ആണ്? 93ന്റെ സ്ക്വയർ അല്ലേ. അങ്ങനെയെങ്കിൽ 900 എന്ന് പറയുന്നത് 30ന്റെ സ്ക്വയർ ആയിരിക്കും വരിക. അപ്പൊ ഇതും 30 ആയിരിക്കും, ഇതും 30 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എഴുതാലോ, ഇത് എത്രയാ വരിക? 30 × 7, അതായത് 210. ഇവിടെ 7 × 30 210 ആണ് വരിക. ഇനി കഴിഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഇസ് കാൽക്കുലേറ്റഡ് ഹിയർ? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്? സിമ്പിൾ, അതായത് 30 + 7ന്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 37ന്റെ സ്ക്വയർ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി അടുത്ത നോക്കാണ്, അടുത്ത നമ്മളോട് ചോദിക്കുക എന്തായിരുന്നു? ആ സംഖ്യയുടെ വർഗം എത്ര? വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ? ആ നമ്പറിന്റെ സ്ക്വയർ എത്രയാണെന്നാ ചോദിച്ചത്. ആ നമ്പറിന്റെ സ്ക്വയർ എത്രയായിരിക്കും? 900 + 210. എത്ര വരിക? 0 1 then 9 + 2 11 and 49 + 210 259. അപ്പൊ ഇവന്മാർ ആഡ് ചെയ്ത് എഴുതിയേ, എന്നിട്ട് ഇവന്മാർ രണ്ടാളും ആഡ് ചെയ്യുന്നു. അതായത് എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് 9 6 3 1 1369. ഇത്രയേ ഉള്ളൂ പരിപാടി. റെഡി? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത ചാപ്റ്റർ ഏതാണ്? നമ്മളുടെ സ്വന്തം തുല്യ ത്രികോണങ്ങൾ അല്ലെ, ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വൽ ട്രയാങ്കിൾസിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസ്, രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങൾ ആവാന്നുള്ളതാണ് നമ്മളുടെ ഈക്വൽ ട്രയാങ്കിൾസിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിൾ എപ്പോഴാണ് തുല്യ ത്രികോണങ്ങൾ ആവാന്ന് വെച്ചാല് ഇതാ നോക്ക്, ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ എന്താവണം? ഒന്നിന്റെ 3 സൈഡ് മറ്റേതിന്റെ 3 സൈഡിന് ഈക്വൽ ആണോ. അതിനാണ് എസ് റൂള് എന്ന് പറയുന്നത്. അതായത് അത് നോക്കി, ഇവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചു. ഒന്നിന്റെ സൈഡ് 3 4 5 ആണ്. അടുത്തതിന്റെ സൈഡ് നോക്ക്, ഇവിടെ 3 ഇവിടെ 4 ഇവിടെ 5 ആണ്. അങ്ങനെയെങ്കിൽ ഇവന്മാർ രണ്ടാളും എന്തായിരിക്കും? കോണുകളൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇവന്മാർ രണ്ടാളും തുല്യ ത്രികോണങ്ങളായിരിക്കും. ഒന്നിന്റെ 3 സൈഡ് മറ്റേതിന്റെ 3 സൈഡിന് ഈക്വൽ ആണെങ്കിൽ. അടുത്തത് എന്താണ്? നമ്മളുടെ SAS ആണ് അല്ലെ. അതായത് നമ്മളുടെ രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും. അതായത് ഞാൻ രണ്ട് ത്രികോണം ദാ ഇതുപോലെ വരച്ചു, ഇങ്ങനെ വരച്ചു വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ പറയാണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇവിടെയും ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇതിൻ്റെ ഇടയിലുള്ള 60 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ഇവന്മാർ ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, തുല്യ ത്രികോണങ്ങളായിരിക്കും. ഓൾസോ അടുത്ത് നോക്ക്, ഞാനിപ്പോൾ രണ്ട് ത്രികോണങ്ങൾ വരയ്ക്കുകയാണ്. ഇതുപോലെ രണ്ട് ത്രികോണങ്ങൾ വരച്ചു. എന്നിട്ട് വേണമെങ്കിൽ ഇതിനൊന്ന് മാറ്റിയിടാം. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാണ് ASA റൂൾ വെച്ചിട്ട്, അതായത് ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആണ്, അതിൻ്റെ അറ്റത്തുള്ള ഒന്ന് 30 ഡിഗ്രി ആണ്, ഒന്ന് 50 ഡിഗ്രി ആണ്. ഇവിടെയും ഇത് 5 ആണ്, ഇവിടെ 30 ഡിഗ്രി ആണ്, ഇത് 50 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ഇവന്മാരും തുല്യ ത്രികോണങ്ങളാണ്. അതായത് തുല്യ ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരുപോലുള്ള ത്രികോണങ്ങൾ എപ്പോഴാണ് ആവുന്നത്? നിങ്ങൾ വെട്ടിയടിച്ചിട്ട് നോക്കൊന്നും വേണ്ട. തുല്യ ത്രികോണങ്ങൾ ആവുന്ന എപ്പോഴാണ്? ഒന്നെങ്കിൽ ഒന്നിന്റെ 3 സൈഡ്സ് മറ്റേതിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണ്, തുല്യ ത്രികോണങ്ങളാണ്. രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും മറ്റേതിന്റെ രണ്ട് സൈഡിനും അതിന്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ തുല്യ ത്രികോണങ്ങളാണ്. അതുപോലെ ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുള്ള കോണും മറ്റേതിന്റെ ഒരു സൈഡിനും രണ്ടറ്റത്തുള്ള കോണിനും ഈക്വൽ ആണെങ്കിൽ തുല്യ ത്രികോണങ്ങളാണ്. ആൻഡ് ഇനി മനസ്സിലാക്കുക, ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ, തുല്യ ത്രികോണങ്ങളാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? അവിടെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഈക്വൽ ആയിരിക്കും. എന്താണ്? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും, തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും എന്താണ്? തുല്യമായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക മക്കള് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ, ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മളോട് പറയാണ്, ആർ ദ ആംഗിൾ ഓഫ് ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ BCD ആർ ഈക്വൽ വൈ? ത്രികോണം ABD എന്ന ത്രികോണവും BCD എന്ന ത്രികോണത്തിലെയും കോണുകൾ തുല്യമാണോ? എന്തുകൊണ്ട്? അതായത് ABD ഏതാ ത്രികോണം? ABD എന്ന് പറയുന്നത് ഇതാ നോക്കിയേ,
ഈ ത്രികോണാണ് ABD. ഏതാ BCD എന്ന് പറയുന്ന ത്രികോണം? BCD എന്ന് പറയുന്ന ത്രികോണം ഈ ഒരു ത്രികോണാണ്. ഈ രണ്ട് ത്രികോണത്തിലെയും കോണുകൾ തുല്യാണോ എന്ന്. കോണുകൾ തുല്യമാണെങ്കിൽ ആക്ച്വലി എന്താവണം? ഇവന്മാർ രണ്ടാളും തുല്യ ത്രികോണങ്ങളാവണം, ഈക്വൽ ട്രയാങ്കിൾ ആവണം. അപ്പൊ ഇവിടെ നോക്ക്, ഈക്വൽ ട്രയാങ്കിൾ ആണോ? നമ്മൾ നോക്ക്, ABD നോക്കിയാൽ AD 4 ആണ്. അതുപോലെ ഇവിടെയും നോക്ക്, BC 4 ആ. AD യും BC യും എന്താണ്? 4 ആണ്. ഇതിന്റെ ഈ സൈഡും ഇതിന്റെ ഈ സൈഡും ഈക്വൽ ആണ്. ഇതിന്റെ ഈ സൈഡ് 5 ആണ്, ഈ സൈഡ് 5 ആണ്. അതായത് AB യും അതുപോലെ തന്നെ DC യും എന്താണ്? 5 ആണ്. ഇനി ഈ സൈഡ് എന്ന് പറയുന്നതോ, ഈ സൈഡ് DB എന്ന് പറയുന്നത് രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള സൈഡാണ് അല്ലെ, കോമൺ ആയിട്ടുള്ള സൈഡാണ്, അല്ലെങ്കിൽ പൊതുവശാണ് അല്ലെ, പൊതുവശാണ്. അങ്ങനെയെങ്കിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നിന്റെ 3 സൈഡ്സ് മറ്റേതിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? നമ്മളുടെ ഈ ഒരു ABD എന്ന് പറയുന്ന ത്രികോണവും അതുപോലെ BCD എന്ന് പറയുന്ന ത്രികോണവും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ്, തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും, ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ABD ആൻഡ് BCD ആർ ഈക്വൽ ബിക്കോസ് ദീസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അല്ലെങ്കിൽ ത്രികോണം ABD-യിലെയും BCD-യിലെയും കോണുകൾ തുല്യമാണ്, കാരണം നമ്മളുടെ ABD-യും BCD-യും തുല്യ ത്രികോണങ്ങളാണ്. ഇനി അടുത്തത് ചോദിക്കുകയാണെ, ഇവരുടെ കോണുകളെല്ലാം എഴുതാനാ പറഞ്ഞത്. ഇവിടെയുള്ള കോണുകളെല്ലാം എഴുതാൻ മിസ് പറഞ്ഞിട്ടുണ്ട്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം അല്ലെ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ എന്താണ്? AD യും BC യും ഈക്വൽ ആണ്. അതായത് AD എന്ന് പറയുന്ന ഇവനും BC എന്ന് പറയുന്ന ഇവനും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ AD-ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും BC-ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മളുടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? DBC എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? DBC എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് 60 ആണെങ്കിൽ ഇവനും 60 ഡിഗ്രി ആയിരിക്കും അല്ലെ, 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 60 ഡിഗ്രി എന്ന് കിട്ടിയേ. അതുപോലെ നമുക്കറിയാം ഈ സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ഇത് 70 ആണെങ്കിൽ ഇവനും 70. അതായത് ADB. ഈ ആംഗിൾ എന്താ വരിക? ഇങ്ങനെയാണ് ഈ ആംഗിൾ വരുന്നത്. അതായത് ഈ ആംഗിളിന്റെ പേരെന്താ? ADB. ആംഗിൾ ADB is equal to 70 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു ത്രികോണത്തിന്റെ രണ്ട് ആംഗിൾ അറിയണമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെയാ കാണുക? DAB. കാണെങ്ങനെയാ? നമുക്ക് 180-ൽ നിന്നും 60 പ്ലസ് 70 മൈനസ് ചെയ്താൽ മതി അല്ലെ. അതായത് 180 മൈനസ് 60 പ്ലസ് 70 130 മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി ആയിരിക്കും ആൻസർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്, ആൻസേഴ്സ് എഴുതേണ്ടത്. അടുത്തത് നോക്ക്, ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് ഇൻ ദ ഫിഗർ M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ AB ആൻഡ് CD. അതായത് ഇവിടെ കാണുന്ന M എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലെ അത് AB എന്ന് പറയുന്ന ഈ ഒരു ലൈനിന്റെയും, ഇതാ നോക്ക്, AB എന്ന് പറയുന്ന ഈ ഒരു ലൈനിന്റെയും അതുപോലെ തന്നെ നമ്മളുടെ BDC എന്ന് പറയുന്ന ഈ ഒരു ലൈനിന്റെയും മിഡ് പോയിന്റ് ആണ് ആര്? നമ്മളുടെ പാവം M എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ പറയാണ് ഈ ഒരു ലൈൻ വരച്ചേ, ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് ഇവൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മിഡ് പോയിന്റ് ആണ് ഇവൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താ വരേണ്ടത്? ഇത് മിഡ് പോയിന്റ് ആണ് എങ്കിൽ, ഇതൊരു മിഡ് പോയിന്റ് ആണ് എങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത്തും തുല്യമായിരിക്കും അല്ലെ. അതായത് നമുക്ക് ഈ ലെങ്ത്തും തുല്യമായിരിക്കും, അതുപോലെ ഈ ലെങ്ത്തും തുല്യമായിരിക്കും. റെഡി? അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, നമ്മളോട് പറയാണ് എന്താ, ചിത്രത്തിൽ ABCD എന്നീ വരകളുടെ മധ്യബിന്ദുവാണ് M. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചത് റൈറ്റ് വൺ പെയർ ഓഫ് ഈക്വൽ ആംഗിൾ ഇൻ ദ ട്രയാംഗിൾ AMC ആൻഡ് BMD. അതായത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ത്രികോണം AMC, ത്രികോണം AMD എന്നീ ത്രികോണങ്ങളിലെ തുല്യമായ ഒരു ജോഡി കോണുകൾ എഴുതാൻ. നമ്മൾ ആദ്യം ചോദിച്ചത് എന്താണ്? തുല്യമായിട്ടുള്ള ഒരു ജോഡി കോണുകൾ എഴുതാനേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. ഏതാടാ തുല്യമായിട്ടുള്ള ഒരു ജോഡി കോണുകൾ എന്ന് പറയുന്നത്? മിസ് എപ്പോഴും എന്താ ചെറിയ നമ്മളുടെ 7th എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നുണ്ട്. രണ്ട് ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്ക്, ഈ രണ്ട് ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടിയാൽ എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാ. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് DMB അല്ലെ. ആംഗിൾ DMB ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? AMC. ഓക്കെ, ഇതാണ് എഴുതി വെക്കേണ്ടത്. ഇനി അടുത്ത് നോക്ക്, അപ്പൊ നമുക്ക് ആംഗിളും ഈക്വൽ ആയിട്ടുള്ള കിട്ടെ. ആർ ദ ലെങ്ത് ഓഫ് ലൈൻ AC ആൻഡ് BD ആർ ഈക്വൽ. അതായത് ഈ ലൈനും ഇതാ നോക്ക്,
ഈ ലൈനും ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ആണെങ്കിൽ കാരണം എഴുതാൻ. ഈക്വൽ ആണോ, കോണുകൾ തുല്യാണോ, സൈഡ്സ് ഈക്വൽ ആണോ എന്ന് ചോദിച്ചാൽ മക്കൾ എന്താ ചെയ്യേണ്ടത്? മക്കൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. എന്ത് ചെയ്യുക? അതിന് ജസ്റ്റ് എന്ത് ചെയ്യണം? അതിന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ട്രയാങ്കിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ. നമുക്ക് ഓൾറെഡി അറിയാം എം ഏതാ. നമുക്ക് രണ്ട് ട്രയാങ്കിൾ മക്കൾ കാണുന്നില്ലേ? ഏതൊക്കെ ട്രയാങ്കിൾ? ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും അല്ലെ? ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും. ഈ ട്രയാങ്കിളിൽ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? ഇതിൽ നോക്ക്, ട്രയാങ്കിളിൽ ഇതാ നോക്കിയേ, എം എ എന്ന് പറയുന്ന എന്തിന് ഈക്വൽ ആണ്? ഈ ട്രയാങ്കിളിന്റെ എം ബിക്ക് ഈക്വൽ ആണ്. ഇനി അടുത്ത പോലെ എം സി എന്ന് പറയുന്ന ഇതിന് എന്തിന് ഈക്വൽ ആണ്? ഈ ട്രയാങ്കിളിലെ എം ഡിക്ക് ഈക്വൽ ആണ് അല്ലെ? ഈ കോൺ നോക്ക്, എ എം സി എന്ന് പറയുന്ന ഈ കോൺ എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ഡി എം ബിക്ക് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള കോണും മറ്റേ ത്രികോണത്തിന്റെ രണ്ട് സൈഡിനും അതിന്റെ ഇടയിലുള്ള കോണിനും ഈക്വൽ ആണ്. നമുക്ക് എന്തറിയാം? ഇവന്മാർ രണ്ടാളും തുല്യ ത്രികോണങ്ങളാണ്. അതായത് ത്രികോണം എ എം സി ഈസ് ഈക്വൽ ടു ത്രികോണം ഡി എം ബി ആയിരിക്കും അല്ലെ? തുല്യ ത്രികോണങ്ങളാണെങ്കിൽ, ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്തറിയാം? അതായത് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസോ അല്ലെങ്കിൽ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആയിരിക്കും. അതായത് ഈക്വൽ ആയിട്ടുള്ള ഈ രണ്ട് ആംഗിളിനും ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ എഴുതി വെക്കേണ്ടത്? നമ്മളുടെ ഈ സൈഡ് ഈക്വൽ ആണ്. എന്താ കാരണം? ബിക്കോസ് ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഇതാണ് ഈക്വൽ ട്രയാങ്കിൾ ആവാനുള്ള കാരണം. ഏത്? SAS റൂള്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ കാര്യം? ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്? ഓരോന്നും കണ്ടുപിടിച്ച് എഴുതേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, നമുക്ക് ഇതിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ള ഒരാൾ എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിളിനെ കുറിച്ചാണ്. ആരാണ്? ഐസോസിലസ്. എന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഐസോസിലസ് ട്രയാങ്കിൾ. അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ മിസ് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സമപാർശ്വ ത്രികോണം, ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് രണ്ട് സൈഡും എവിടെ പോയി? രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതാണ് ആര്? നമ്മളുടെ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആര്? നമ്മളുടെ സ്വന്തം ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഐസോസിലസ് ട്രയാങ്കിളില് സമപാർശ്വ ത്രികോണത്തിലെ ഒരു ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. O എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്. BOC 70 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ AOC എത്രയാന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതൊരു ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. ഇത് 70 ആണ്. ഇത് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. ഇത് 70 ആണ്. ഇത് 110 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 110 ഡിഗ്രി എന്ന് എഴുതിയേ. ഫൈൻഡ് ദ 3 ആംഗിൾസ് ഓഫ് ABC. ABCയിലെ 3 ആംഗിൾസ് കാണാൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നമ്മളുടെ സർക്കിളിന്റെ സെന്റർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ ലൈന് വരച്ചതും ഇവിടുന്ന് ഈ ട്രയാങ്കിളിലേക്ക്, ഈ സർക്കിളിലേക്ക് വരുന്ന ഈ ലൈനും ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദെർഫോർ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ രണ്ട് ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളാ? നമുക്ക് ഈ ത്രികോണത്തിന്റെ ഈ സൈഡും ഈക്വലാ. അതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണ, ഐസോസിലസ് ട്രയാങ്കിൾ. ഇതും നോക്കി, ഇതിന്റെ ഈ സൈഡും ഈക്വലാ. അപ്പൊ ഇതും സമപാർശ്വ ത്രികോണ. ഇനി കണ്ടുപിടിക്കാനാവുമല്ലോ. ഈ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതായത് 180 നിന്നും 70 പോയാൽ എത്ര വരിക? 110 ഡിഗ്രിയാ. അതായത് ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 110 ഡിഗ്രിയാ. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഇതൊന്നും എത്ര ആയിരിക്കും? 110/2 55 ഡിഗ്രിയാണ് ഇതിൽ ഓരോന്നും വരിക. ഇനി അതുപോലെ തന്നെ ഇത് 110 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരിക? 180 നിന്നും 110 പോയി കഴിഞ്ഞാൽ 70 ഡിഗ്രിയാണ് ഇവന്മാർ രണ്ടാളും കൂടി കൂട്ടിയാൽ വരിക. അപ്പൊ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 70/2 35 ഡിഗ്രിയാണ് ഓരോന്നും വരിക. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചത്? നമ്മളുടെ ABCയിലെ ത്രികോണത്തിലെ കോണുകൾ എത്രന്നാ ചോദിച്ചത്. അതായത് A എന്ന് പറയുന്നത് 35 ആണ്, B 55 ആണ്, C എത്രയാണ്? 35 + 35 35 + 55 അല്ലെ? 35 + 55 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 5 10 0 1 90 ഡിഗ്രി ആയിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്.
റെഡി? ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള ആരാണ്? നമ്മളുടെ സ്വന്തം സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ആ സ്ക്വയർ ഐഡന്റിറ്റീസിൽ മെയിൻ ആയിട്ട് മക്കൾക്ക് എന്താ പഠിക്കാനുള്ളത്? ഏതെങ്കിലും രണ്ട് സമ്മ് എക്സ് വൈയും ഇതിന്റെ സ്ക്വയർ കാണാൻ, എക്സും വൈയും ഏതോ നമ്പർ ആവുക, എക്സും വൈയും തമ്മിലുള്ള സ്ക്വയർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ നമ്പറിന്റെ സ്ക്വയർ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച തന്നെ പ്ലസ് 2 ഇൻറ്റു ഒന്നാമത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരാൾ. ഇനി അടുത്ത ആരാണ്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. അതായത് എക്സും വൈയും 4 മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ 4ന്റെ സ്ക്വയർ അല്ലെങ്കിൽ എക്സിന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഒന്നാമത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. ഇതാണ്. ഇനി അടുത്ത എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഏതെങ്കിലും രണ്ട് സ്ക്വയർസിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഈ സാധനം മാത്രം മക്കൾക്ക് ഒന്ന് അടിപൊളിയായിട്ട് അറിഞ്ഞാൽ മതി. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയേ, 43ന്റെ സ്ക്വയർ 1849 ആണ് എങ്കിൽ നമുക്ക് 44ന്റെ സ്ക്വയർ കാണണം. ഇത് വെച്ചിട്ട് 44ന്റെ സ്ക്വയർ എന്താ കാണുക? 43ന്റെ സ്ക്വയർ വെച്ചിട്ട് വേണം നമുക്ക് കാണാൻ. 44ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 43നോട് 1 കൂട്ടിയതിന്റെ സ്ക്വയർ. അതായത് 43ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 43 ഇൻറ്റു രണ്ടാമത്തെ നമ്പർ 1 പ്ലസ് 1ന്റെ സ്ക്വയർ. 43ന്റെ സ്ക്വയർ എത്രയാ? നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1849 ആണെന്ന്. പ്ലസ് 2 ഇൻറ്റു 43 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 86 പ്ലസ് 1ന്റെ സ്ക്വയർ 1 ആണ്. അതായത് 1849 86 1 16 6 1 ഉണ്ടാവും. 8 4 12 13 3 1 ഉണ്ടാവും. 8 9 ആണ് 1. 1936 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. നോ പ്രോബ്ലം അല്ലേ? ഇനി അടുത്ത് നോക്ക്, 46ന്റെ സ്ക്വയർ. 46ന്റെ സ്ക്വയർ ഇങ്ങനെ തന്നെ കാണേണ്ടത്. 43നോട് എന്ത് കൂട്ടിയാലാണ് 46 കിട്ടുന്നത്? 3 കൂട്ടിയാലാണ് 46 കിട്ടുന്നത്. അതായത് 43ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 43 ഇൻറ്റു 2 ഇൻറ്റു 43 ഇൻറ്റു 3 പ്ലസ് 3ന്റെ സ്ക്വയർ. അതായത് 43ന്റെ സ്ക്വയർ 1849 ആണെന്ന് പച്ചവെള്ളം പോലെ നമുക്കറിയാം. 2 ഇൻറ്റു 43 എത്രയാണ്? 86 ആണ്. 86 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 6 6 2 6 12 3 6 18 8 1 ശിഷ്ടം 3 8 1 8 2 8 16 3 8 4 24 1 25 258 പ്ലസ് 3ന്റെ സ്ക്വയർ 9. ഇത് എത്രയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ട് ആ നമ്പറിന്റെ സ്ക്വയറിൽ നിന്നും ബാക്കിയുള്ള നമ്പറിന്റെ സ്ക്വയേഴ്സ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത നോക്കുക, സെലക്ട് ദ കറക്റ്റ് ആൻസർ. 1.2 സ്ക്വയർ മൈനസ് 9.8 സ്ക്വയർ. മിസ് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ക്വയറിന്റെ ഡിഫറൻസ് കാണാൻ എന്താ ചെയ്യുക? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതിന്റെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ് അല്ലേ? അതായത് എന്താ വരിക? 10.2 പ്ലസ് 9.8 ഇൻറ്റു 10.2 മൈനസ് 9.8. 10.2 മക്കളൊക്കെ 10.2ഉം 9.8ഉം കൂട്ടിയാൽ എത്രയാ? 8ഉം 2 10 0 1 ശിഷ്ടം 9 1 10 1 ഉണ്ടാവും 20. ദാറ്റ് ഇസ് 20.0. ദാറ്റ് ഇസ് 20 അല്ലേ വരിക? അതായത് 20 ഇൻറ്റു 10.2 മൈനസ് 9.8. പോയിന്റ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. ഇവിടുന്ന് 1 എടുക്കാൻ പറ്റൂല അല്ലെ? അപ്പൊ ഇവിടുന്ന് 1 എടുത്തു, ഇവിടെ 0 ആയി, ഇവിടെ 9 ആയി, ഇവിടെ 12 ആയി. 12 8 പോയാൽ എത്രയാ വരിക? 4 ആണ് വരിക അല്ലെ? 4 ആണ് നമുക്ക് വരിക. 4 9 പോയാൽ 0. അപ്പൊ 0.4. അപ്പൊ 20 ഇൻറ്റു 0.4. 20 ഇൻറ്റു 0.4 എങ്ങനെയാ മക്കള് കാണുക? നമ്മൾ എപ്പോഴും നമ്മളുടെ പോയിന്റ് ഉള്ള നമ്പറിൽ ഉണ്ടെങ്കിൽ 20 ഇൻറ്റു 0.4 ആണ് ചെയ്യാനുള്ളതെങ്കിൽ പോയിന്റ് ഇല്ലാന്ന് വിചാരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 20 ഇൻറ്റു 4 80 ആണ് അല്ലേ വരിക? അങ്ങനെയെങ്കിൽ ഇവനും 80 തന്നെയായിരിക്കും. പക്ഷെ എന്താ മാറ്റം? ഇവിടെ പോയിന്റ് ശേഷം ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ ഒരു നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുക. 8.0. 8.0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? വെറും 8 ആയിരിക്കും. ദാറ്റ് ഈസ് ബി ആയിരിക്കും നിങ്ങളുടെ ആൻസർ. സിമ്പിൾ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. ഇനി അടുത്ത ഓക്കെ, യൂസ് സ്യൂട്ടബിൾ ഐഡന്റിറ്റീസ് ടു കാൽക്കുലേറ്റ് 103 പ്ലസ് ഇൻറ്റു 97. ഉചിതമായ സമവാക്യം ഉപയോഗിച്ച് 103 ഇൻറ്റു 97ന്റെ വില കാണുക എന്ന്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഇങ്ങനത്തെ കാണുമ്പോൾ അവസാനം 0 ഉള്ള നമ്പറുമായിട്ട് ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ മാറ്റി എഴുതണം. അതായത് 103നെ ശരിക്കും 100 പ്ലസ് 3 എന്ന് എഴുതിയാൽ പോരെ? 100 പ്ലസ് 3. 97നെ ശരിക്കും 100 മൈനസ് 3 അല്ലേ? 100 മൈനസ് 3.
അല്ലെ? അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ എടുത്ത ഐഡന്റിറ്റി ഏതായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. അതായത് ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ മൈനസ് വേറെ ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് എന്ത്? അതിന്റെ സമ്മ് ഇൻറ്റു അതിന്റെ ഡിഫറൻസ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് ഇൻറ്റു ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? 100ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ ആണ്. അതായത് 100ന്റെ സ്ക്വയർ എത്രയാണ്? 10,000 അല്ലെ? 10,000 മൈനസ് 3ന്റെ സ്ക്വയർ 9 ആണ്. 10,000 മൈനസ് 9, 10,000 9 പോയാൽ എത്രയാണ്? ഇതൊക്കെ വലിയ പാടായിട്ട് നമ്മൾ ചെലുത് കാണല്. അതായത് ഇവിടുന്ന് 1 എടുക്കും, ഇവിടെ 9, ഇവിടെ 0 ആവും, 9 ഇവിടെ 10, 10 9 പോയാൽ 1 ആണ്. 9 9 9, അതായത് 9 9 9 1 ആയിരിക്കും ആൻസർ. സിമ്പിൾ. അപ്പൊ ഈ ഒരു 2 ഐഡന്റിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. ദെൻ അടുത്ത് വരുന്ന പോളിഗൺസ്, ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ പോളിഗൺസിൽ ഇതാ നോക്കി, ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 144 ഡിഗ്രി. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഏതൊരു പോളിഗൺ എടുത്താലും ഏതൊരു ബഹുഭുജം എടുത്താലും അതിന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n-2 ഇൻറ്റു 180 ഡിഗ്രിയാ. അതെല്ലാവർക്കും ഓർമ്മല്ലേ? ഇതാണ് n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ് അകക്കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. ഇനി അടുത്ത വേറൊന്ന് എന്ന് പറയുന്നത് നമ്മളുടെ പുറംകോണുകളുടെ തുക ഏത് ബഹുഭുജാണെങ്കിലും അകംകോണുകളുടെ തുക കാണാൻ n-2 ഇൻറ്റു 180. പുറംകോണുകൾ ആണെങ്കിൽ പുറംകോണുകളുടെ തുക ഏത് ബഹുഭുജാണെങ്കിലും 360 ഡിഗ്രിയേ വരുള്ളൂ. ഇനി അടുത്ത മറ്റൊരാൾ എന്ന് പറയുന്നത് സമബഹുഭുജം. സമബഹുഭുജം എന്ന് പറയുന്നത് നമ്മളുടെ ആംഗിൾസും സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളതാണ് സമബഹുഭുജം എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾസും സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളതാണ് എന്ത്? സമബഹുഭുജം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, 1 ഇന്നർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ, അതായത് സമബഹുഭുജം റെഗുലർ പോളിഗൺ ഈസ് 144 ഡിഗ്രി. ഒരു സമബഹുഭുജത്തിന്റെ ഒരു അകക്കോണ് 144 ഡിഗ്രിയാണ്. ഈ സമബഹുഭുജത്തിന്റെ ഒരു പുറംകോണിന്റെ അളവ് എത്ര? വാട്ട് ഈസ് ദ മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? എപ്പോഴും ആലോചിക്കുക, സമബഹുഭുജത്തിലായിക്കോട്ടെ, സമബഹുഭുജത്തിൽ നമുക്ക് ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇന്നർ ആംഗിൾ 144 ഡിഗ്രി ആണെങ്കിൽ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ നമ്മളുടെ പുറംകോണ് എന്ന് പറഞ്ഞാൽ എന്താ? 180 മൈനസ് 144 ആണ്. അതായത് ഇവിടെ 7 ആവും, 10 ആവും. 10 4 പോയാൽ 6 ആണ്, 7 4 പോയാൽ 3 ആണ്. സോ എത്രയായിരിക്കും വരിക? 36 ഡിഗ്രിയാണ് എന്ത്? ഒരു പുറംകോണ് എന്ന് പറയുന്നത്. ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? അതായത് ഇവിടെ എത്ര സൈഡ്സ് ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യമാണ് നമ്മളുടെ പുറംകോണുകളുടെ തുക എത്രയാണ്? നമ്മളുടെ ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് 360 ഡിഗ്രിയാണ് അല്ലെ? അങ്ങനെയെങ്കിൽ ഒരു പുറംകോണ് 36ഉം സമ്മ് 360 ആണെങ്കിൽ എത്ര കോണുണ്ടാവും? എത്ര സൈഡ്സ് ഉണ്ടാവും? 360/36. അതായത് എത്ര സൈഡ്സ് ഉണ്ടാവുക? 10 വശങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു പുറംകോണും പുറംകോണുകളുടെ തുകയും അറിയാമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പുറംകോണുകളുടെ തുക ബൈ ഒരു പുറംകോണ് ചെയ്താൽ മതി. അപ്പൊ 360/36 10 ആയിരിക്കും. ഇതിന്റെ എല്ലാ അകക്കോണുകളുടെയും തുക എന്താണ്? ഇതിന്റെ എല്ലാ അകക്കോണുകളുടെയും തുക, എല്ലാ അകക്കോണുകളുടെയും കൂടെ തുക എന്തായിരിക്കും ഉണ്ടാവുക? എനിക്കറിയാം എന്താണ് അകക്കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. n-2 ഇൻറ്റു 180 ആണ് അല്ലെ? ഇവിടെ n എത്രയാണ്? സൈഡ് 10. 10 മൈനസ് 2 ഇൻറ്റു 180, അതായത് 8 ഇൻറ്റു 180. ഇത് എത്രയാന്നുള്ളത് നിങ്ങൾ താഴെ പറയാ കേട്ടോ. ഇനി അടുത്തത് നോക്ക്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ? ഒരു സമഷഡ്ഭുജത്തിന്റെ ഒരു പുറംകോണിന്റെ അളവ് എത്ര? സമഷഡ്ഭുജത്തിന് എത്ര സൈഡ്സ് ഉണ്ടടാ? എത്ര സൈഡ്സ് ഉണ്ട്? സൈഡ്സ് അല്ലെങ്കിൽ എത്ര വശമുണ്ട്? സൈഡ്സ് അല്ലെങ്കിൽ എത്ര വശം ഉണ്ട് സമഷഡ്ഭുജത്തിന്? 6 വശമുള്ളത്. 6 വശം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത്ര തന്നെ ആംഗിളും ഉണ്ടാവും. അത്ര തന്നെ ആംഗിളും ഉണ്ടാവും. അതായത് 6 വശം ഉണ്ടെങ്കിൽ 6 കോണുകളും ഉണ്ടാവും അവിടെ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഔട്ടർ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 360 ഡിഗ്രിയാണ് കിട്ടുക. റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് എല്ലാ ഔട്ടർ ആംഗിളും ഈക്വൽ ആണ്. ഔട്ടർ ആംഗിളിന്റെ സമ്മ് 360 ആണ്. ഒരു ആംഗിൾ എത്രയായിരിക്കും? ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ അവിടെ 6 ആംഗിളാണ് ഉള്ളത്. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും?
360/6 ആണ്. ദാറ്റ് ഈസ് 60 ഡിഗ്രി ആണ് ഒരു ആംഗിൾ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് വൺ ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ? ഈ ഒരു സമഷഡ്ഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര? മിസ് പറഞ്ഞിട്ടുണ്ട്, ഒരു അകക്കോണും ഒരു പുറംകോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും അല്ലെ. അപ്പൊ ഒരു പുറംകോണ് 60 ആണെങ്കിൽ അകങ്കോൺ എത്രയാണ്? 180 നിന്നും 60 മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 120 ഡിഗ്രിയാ. സിമ്പിൾ കാര്യല്ലേ. ഇനി അടുത്ത് നോക്ക്, ഇനി അടുത്തതില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എന്ത് വന്നാലും നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് സെറ്റപ്പായിട്ട് മക്കൾ പഠിച്ചു വെക്കുക. ആൻഡ് ഓൾസോ എടാ, നമ്മളുടെ ഓൺ എക്സാമിന്റെ ഈ ഒരു ടൈമിന് മാത്രം നടക്കുന്നതാണ് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ഓണം ഓഫർ. അപ്പൊ 2999 ഇപ്പം ഫീ വരുന്നത്. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്യാനൊന്നും അല്ല മിസ് പറയുന്നത്. ഈ ഒരു ഓഫർ ലോക്ക് ചെയ്ത് വെക്കാൻ എന്തായാലും കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. അതിലൊന്ന് രജിസ്റ്റർ ചെയ്തിടുക കേട്ടോ. എന്തായാലും രജിസ്റ്റർ ചെയ്തിടുക. ആൻഡ് ഓൾസോ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് രാത്രി ലൈവ് ഉണ്ട്. അപ്പൊ ലൈവ് മറക്കരുത്. 7 ആണ് നമ്മളുടെ ലൈവ്. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി അടിപൊളിയാക്കി ഒന്നുകൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈവിൽ വരിക, ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരിക. നമുക്ക് സെറ്റപ്പ് ആക്കണം, ഉഷാറാക്കണം. ഓക്കെ, അപ്പൊ ലൈവിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.